എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്ന മത്സരം അത് അഫ്ഗാനിസ്ഥാൻ എതിരെയാണ്. 3 T20 മത്സരങ്ങളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കുന്നത്. ജനുവരി 11-നാണ് ആദ്യ T20 മത്സരം നടക്കുന്നത്. ഇപ്പോഴിതാ ഇതിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത്, കോഹ്ലി തുടങ്ങിയ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ താരങ്ങൾക്ക് പരിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ T20 പരമ്പരയിൽ അവർ അവൈലബിൾ ആയിരിക്കില്ല. എന്നാൽ ആരാധകർക്ക് ആശ്വാസം പകരുന്നത് രോഹിത്, കോഹ്ലി തുടങ്ങിയവരുടെ വരവാണ്. 2022-ലെ T20 വേൾഡ് കപ്പിന് ശേഷം ഇരുവരും ഒരു T20 മത്സരം പോലും കളിച്ചിട്ടില്ല. ഇപ്പോഴത്തെ T20 മത്സരത്തിൽ വീണ്ടും രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജുവിനെയും BCCI ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമുമായായിരിക്കും ഇന്ത്യക്കെതിരെ ഇറങ്ങാൻ പോകുന്നത്. റഷീദ് ഖാൻ, നബി, കുർബാസ് തുടങ്ങിയ താരങ്ങൾ അവർക്കുണ്ട്. ഇനി നമുക്ക് ആദ്യ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിംഗ് 11 ഒന്ന് പരിശോധിക്കാം. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, അർഷദീപ് സിംഗ്, മുകേഷ് കുമാർ എന്നിവരായിരിക്കും. ഇതാണ് ഇന്ത്യയുടെ സാധ്യത 11. പഴയ അഫ്ഗാനിസ്ഥാൻ ടീം അല്ല ഇപ്പോഴത്തേത്. മികച്ച താരനിര അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നോക്കിക്കളിച്ചില്ലെങ്കിൽ അടിപതം എന്ന് ഉറപ്പാണ്. ഈയൊരു T20 മത്സരത്തിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ടീമിലും സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനത്തിനായി ആണ് മലയാളി ആരാധകർ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാൾക്കുശേഷം സഞ്ജു വീണ്ടും ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനുവരി 11 രാത്രി 7 മണി മുതൽ ആയിരിക്കും ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.